ഒടുവിൽ പുള്ളി എത്തിപ്പെട്ടത് ഇന്ന് നെതർലാൻഡ്സിലാണ്. ഇവിടെ സച്ചിനെ കാത്ത് അവന്റെ സുഹൃത്തുക്കൾ സ്കിപ്പോൾ എയർപോർട്ടിൽ കാത്തു നിൽക്കുകയാണ്. ഹലോ, എടാ സച്ചിന് നീ ലാൻഡ് ചെയ്തോ? ഹലോ ഗീതു, ഞാൻ ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷനും കഴിഞ്ഞു. ദാ പുറത്തെത്തി. എന്നിട്ട് എവിടെ? ദേ ഇവിടെ ഇവിടെ. ഫ്ലൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. അതിരിക്കട്ടെ, എന്നെ റിസീവ് ചെയ്യാനാണോ നിങ്ങൾ എല്ലാരും വന്നിരിക്കുന്നത്? ഞാൻ നെതർലാൻഡ്സിൽ എത്ര ഫേമസ് ആണ്. ഇതൊന്നും വേണ്ടായിരുന്നു. അയ്യടാ, കൊള്ളാലോ നിന്റെ ആഗ്രഹം. താലപ്പൊലിയും പിടിച്ചോണ്ട് വരാ നീ ആര് മാവേലിയാ? എടാ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഞങ്ങള് ഈ വർഷത്തെ ഓണം പ്രോഗ്രാമിന്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇറങ്ങിയതാ. അപ്പൊ ആ കൂട്ടത്തില് നിന്നെയും കൂടെ പിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓ, അങ്ങനെ ആയിരുന്നല്ലേ. ഹലോ മച്ചാൻ, ഞാൻ സുഭാഷ്. അല്ല, തന്നെ ഞാൻ എവിടെയോ ഇത്രയ്ക്ക് ഫേമസ് ആയ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലേ? ഞാനാണോ യൂട്യൂബർ അച്ചായത്തി? ഇപ്പൊ മനസ്സിലായി. ഗീതു, എടോ അവരിപ്പോ വരും പറ്റുമല്ലേ പറഞ്ഞത്? ഓ സച്ചിനെ, ഒരു കാര്യം പറയാൻ പറ്റും. നമ്മുടെ ഓൺ കമ്മിറ്റി മെമ്പേഴ്സ് കുറച്ച് പർച്ചേസ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഒന്ന് കാണണം എന്നാണ് പറഞ്ഞത്. അവര് ട്രെയിനിൽ വിടുന്ന. ഓ ദേ 3 വയസ്സ് ദാ വന്നല്ലോ അവര്. ഗീതു, നിങ്ങളുടെ ഫ്രണ്ടിനെ കിട്ടിയോ? ഞങ്ങളുടെ ട്രെയിൻ ഇപ്പൊ 10 മിനിറ്റിലാണ്. അതുകൊണ്ട് വന്ന കാര്യം പെട്ടെന്ന് അങ്ങ് പറയാം. അറിയാലോ, ഓണത്തിന് ഇനി അധികം ദിവസമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഓണം ഓർമ്മയുണ്ടല്ലോ. എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടും മാവേലി വന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങൾ യൂത്തന്മാരെ ഈ പരിപാടി അങ്ങോട്ട് ഏൽപ്പിക്കുക. അരിക്കൊമ്പനെ അല്ല ആര് പിടിക്കാൻ പോയാലും ഓണത്തിന് നമുക്ക് മാവേലി ഇവിടെ കിട്ടണം. നിങ്ങളുടെ ടീമിനാണ് അതിന്റെ ചുമതല. അപ്പോ ട്രെയിനിന് സമയമായി, നമ്മൾ പോവാം. എല്ലാം പറഞ്ഞ പോലെ. സച്ചിനെ, ഇപ്പൊ നീ കൂടെ വന്നല്ല, നമുക്ക് ഒരുമിച്ച് പോവാം മാവേലിയെ വിളിക്കാൻ. വന്ന് കേറിയില്ല, അതിനു മുന്നേ ഓരോ പണി വന്നല്ലോ. ഞാൻ എവിടെ പോയാലും ഇത് തന്നെ അവസ്ഥ. ഈ യൂട്യൂബർ അച്ചായത്തി ഉള്ളപ്പോ ഇതൊക്കെ ഒരു പണിയാണ് ഗൈസ്. നിങ്ങൾക്ക് എത്ര മാവേലി വേണം? ഒരെണ്ണം മതി, നല്ല ഒറിജിനൽ മാവേലി. കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. പക്ഷെ അതിന് മുൻപ് എന്റെ അടുത്ത കണ്ടന്റ് റെഡിയാക്കാൻ ഇവിടെ അടുത്തുള്ള ഒരു KFC പോയി ഒരു റീൽ എടുക്കണം. KFC നല്ല വിശപ്പ്. വാ പോവാം. KFC അല്ലടോ, കേവ്സ് ഗുഹ, മനസ്സിലായോ? ഇല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സ് രസപ്പാവും. ഈ മഞ്ഞുമൽ ബോയ്സ് കാരണം ഇപ്പൊ കേവ്സ് ആണല്ലോ ട്രെൻഡ്. ഏതെങ്കിലും ഒരു KFC പോയി റീൽ ഇട്ടില്ലെങ്കിൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ആ വഴിക്ക് നമുക്ക് മാവേലിയെ റിസീവ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വരാം. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? എടാ സുഭാഷേ, ഞാനൊന്ന് നിലത്ത് ശരിക്ക് കാല് പോലും കുത്തിയിട്ടില്ല. നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞ് ആംസ്റ്റർഡാമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോയാൽ പോരെ? തൽക്കാലം നീ ഏറെ തന്നെ നിൽക്ക്. 2-3 ദിവസം കഴിഞ്ഞാലേ മാവേലിയെ വേറെ വല്ല കമ്മിറ്റിക്കാരും വിളിച്ചുകൊണ്ട് പോകും. പിന്നെ നമുക്ക് നല്ല പണിയാവും. അപ്പൊ നമ്മൾ ആദ്യം കേവ്സിൽ പോകുന്നു, റീൽസ് എടുക്കുന്നു, അവിടെ നേരെ മാവേലി. ഓക്കെ, നടക്കാൻ നോട്ടെ. എടാ, ഇത് ഞാൻ കേട്ടതൊക്കെ അടിപൊളിയാണല്ലോ. ഇവിടുന്ന് 2 റീൽസ് എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടാൽ മതി. മഞ്ഞുവൽ ബോയ്സ് ഫീൽഡ് ഔട്ട് ആവും. നിന്ന് കഥാപ്രസംഗം പറയാതെ സെൽഫിയോ വീഡിയോയോ എന്താന്ന് വെച്ചാൽ വേഗം എടുക്ക. എന്നിട്ട് വേണം നമുക്ക് മാവേലിയെ വിളിക്കാൻ പോവാൻ. ഇതുപോലെ പണ്ടേ നമ്മളും ഒന്ന് ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ ഞാനൊന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോഴേ ദേ കിടക്കണ് ഞാൻ കുഴിയില്. വേണ്ട, ഇതൊക്കെ ഒരു കാലം. എന്റെ പൊന്നു ബ്രോ, സൂക്ഷിച്ച് നടക്കണ്ടേ? എന്നെ നോക്ക്, കൊച്ചി ടു ഹൈദരാബാദ് ടു UK ടു നെതർലാൻഡ്സ്. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും വീണോ? ഇല്ല, ഇതൊക്കെ സ്കില്ലാണെന്നേ. എടാ സജിനെ, അത് കണ്ടോ? കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോകണ്ട കേട്ടോ. അത്രയ്ക്ക് ഡേഞ്ചർ ഒന്നും കാണൂല ബ്രോ. ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം.
പറ്റിയാ നമ്മുടെ യൂട്യൂബറിന് ഇവിടെ കുറച്ച് റീൽസ് എടുക്കാമല്ലോ. അവളും ഒന്ന് പച്ച പിടിക്കട്ടെ. വേണ്ടടാ വേണ്ട. അയ്യോ സച്ചിനെ ദൈവമേ എന്റെ ദൈവമേ. എടാ എന്ത് പറ്റി? ഗീതു സച്ചിൻ പോയടാ. ഇന്ന് കളി ഉണ്ടായിരുന്നോ? ഓ എടോ കളിയല്ലോ, കുഴി. തന്റെ ഫ്രണ്ട് കിടക്കുന്ന ആ കുഴിയിൽ വീണ് വിളിച്ചിട്ടാണെങ്കിൽ കേൾക്കുന്നുമില്ല. അയ്യോ Guys, this is unbelievable. ഇതാ നമ്മുടെ സച്ചിൻ കുഴിയിൽ വീണിരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് പോലെ ഇവിടെ ഒരു എപ്പിക് ഇൻസിഡന്റ് നടക്കുന്നു. And you are seeing it live from me at Charity. നീ ഇവിടെ ലൈക്കും കൂട്ടിയിരുന്നു. എങ്ങനെയെങ്കിലും നമുക്കൊന്ന് സച്ചിനെ രക്ഷിക്കണം. നമുക്ക് പോയി എത്രയും പെട്ടെന്ന് പോയി പോലീസിനെ വിളിച്ചോണ്ട് വരാൻ നോക്കാം. നല്ല ബെസ്റ്റ് ഐഡിയ. ഈ നാട്ടില് ഭാഷ പോലും അറിയാതെ ഈ പോലീസുകാരോട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്ക് താഴോട്ട് പോയ സച്ചിൻ പുകയായി നേരെ മേലോട്ട് പോകും. നമുക്കേ കുറച്ച് വടംവലിക്കാരെ കിട്ടും. ഇതിന്റെ ഇടയ്ക്ക് എന്തിനാണ് വടംവലി? പണ്ടേ ഞാൻ കുഴിയിൽ വീണപ്പോ എന്റെ ഫ്രണ്ട്സ് വടംവലിച്ച എന്നെ രക്ഷിച്ചത്. അതിന് ഈ നാട്ടിൽ എവിടെയാണോ വടംവലി? എടാ അതൊക്കെ നമുക്ക് ശരിയാക്കാം. കഴിഞ്ഞ വർഷത്തെ ഓണം പ്രോഗ്രാമിന്റെ വടംവലി നിങ്ങൾ കണ്ടായിരുന്നോ? അവരെ വിളിച്ചാൽ മതി, നമുക്ക് സച്ചിനെ ഈസി ആയിട്ട് ഇങ്ങ് പൊക്കിയെടുക്കാം. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ പോയാലോ? ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ തന്നെ നിൽക്ക്. പക്ഷെ വെറുതെ നിൽക്കണ്ട, കുഴിയിലേക്ക് നോക്കിയിട്ടേ കുട്ടേട്ടാന്ന് വെറുതെ വിളിച്ചു. അതേത് ചേട്ടൻ? എന്താ പറയാ, അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പളേ. പണ്ടില്ലേ ഇതുപോലെ ഞാൻ കുഴിയിൽ പോയപ്പോഴേ കുട്ടേട്ടാന്ന് വിളിച്ചപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ രക്ഷിക്കാൻ വന്നത്. എന്താ ചെയ്യാ, ഒരു കാര്യം ചെയ്യും, ഈ ഫോണിൽ കുട്ടേട്ട റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പ്ലേ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ നിങ്ങൾ വേഗം ചെന്ന്. എന്റെ ശിവനെ, ഇത് ഏത് ജില്ല? കാലെടുത്ത് വെച്ചത് മാത്രം ഓർമ്മയുണ്ട്. മോനെ സച്ചിനെ. നിങ്ങളാരാ? എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെയൊക്കെ സ്വന്തം രാജാവായിരുന്ന മാവേലി. അപ്പൊ ഞാൻ വന്ന് വീണത് പാതാളത്തിലായിരുന്നു. ഈശ്വര. അല്ല മാവേലി, എന്റെ മനസ്സിലുള്ള മാവേലി ഇങ്ങനെ അല്ലല്ലോ. മാവേലിക്ക് ഇത് എന്ത് പറ്റി? എന്താ മെലിഞ്ഞു പോയത്? ഒന്നും പറയണ്ട മോനെ. കഴിഞ്ഞ കൊല്ലം അരിക്കൊമ്പനെ തിരിച്ചു പോയതാ, അവസാനം പാതാളത്തിലേക്ക് തിരിച്ചു വന്നതോ ദുബായ് വഴി. എന്നിട്ട് ദുബായ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സോറി, എനിക്ക് ഇമോഷണലായി പോയി. എയർപോർട്ടിൽ നിന്ന് ഒരു അറബി ഷോർട്ട് കട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. പിന്നെ ഒരു 6 മാസം അയാളുടെ ആടിനെ നോക്കിയായിരുന്നു എൻ്റെ ജീവിതം. ആളുടെ ജീവിതം. അങ്ങനെ ഞാനങ്ങ് പേടിച്ചു പോയി. പണ്ട് കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാ 6 പാക്ക് എന്ന് നിവിൻ പോളി പറഞ്ഞത് മാവേലിനെ കണ്ടിട്ടാ. അറിയില്ലേ? എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്ന് വീണത്. കഴിഞ്ഞ തവണ വരാന്ന് പറഞ്ഞിട്ട് മാവേലി വന്നില്ല എന്നാണല്ലോ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. എന്തായാലും മാവേലിനെ കൊണ്ടേ ഇത്തവണ ഞാൻ പോകുന്നുള്ളൂ. അത് വേണ്ട മോനെ. മാവേലി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അങ്ങയുടെ വരവും കാത്താണ് എല്ലാരും ഇരിക്കുന്നത്. അതൊക്കെ പണ്ടല്ലേ മോനെ. ഇപ്പൊ നാട്ടിൽ വരുമ്പോൾ നിങ്ങളെ പോലുള്ള പിള്ളേരൊന്നും വലിയ മൈൻഡില്ല. ഒരു വൈബ് അങ്ങോട്ട് സെറ്റാണില്ല. എന്റെ മാവേലി, മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാവേലിയെ കാത്ത ആൾക്കാരും ഉണ്ട്. പിന്നെ പിള്ളേരുടെ കൂടെ സെറ്റാവുന്ന കാര്യം അത് നമുക്ക് പിന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ട്രെൻഡ് പിടിച്ച് ഒരു മേക്ക് ഓവർ അങ്ങ് നടത്താം. മേക്ക് ഓവർ നടത്തി അവസാനം ഓവറാവോ? മാവേലി പേടിക്കണ്ട, നമ്മൾ പൊളിക്കും, പൊളിച്ചടുക്കും.
വിളിച്ചോ? ഞാനോ? എപ്പോ വിളിച്ചു? ഞാൻ കുട്ടിയുടെ എന്താ വിളിച്ച? നിങ്ങളൊക്കെ ആരാ? ഞാൻ ഒരു പാവം കുട്ടിച്ചാത്തൻ. ഇതെന്റെ ബെസ്റ്റിയാ, യക്ഷി. അല്ല, ബെസ്റ്റ്. അതെ, ഞങ്ങളുടെ ഫ്രണ്ട് സച്ചിൻ ഈ കുഴി വീണു. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുട്ടേട്ട എന്ന് വിളിച്ചതാ. അപ്പോഴാ നിങ്ങൾ വന്നേ. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇപ്പൊ ശരിയാക്കി തരാം. അതെ, അവൻ പുറത്തു വരേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. അതെന്താ? ദേ, അത് നോക്കിയേ, സച്ചിൻ. സച്ചിനെ നീ ചത്തില്ലേ? ഓഹോ, ഞാൻ ചത്തിട്ട് നിനക്ക് എന്റെ 16 സ്ട്രീം ചെയ്യാനായിരിക്കും അല്ലേ? നിന്നെ ചുറ്റിപ്പറ്റി ഞാൻ ഒരുപാട് കണ്ടന്റ് പ്ലാൻ ചെയ്ത നീ എന്റെ ഗോൾഡൻ ബട്ടൺ കളഞ്ഞ. നീ പേടിക്കണ്ട മിസ്റ്റർ യൂട്യൂബർ, നിനക്കുള്ള ഡയമണ്ട് ബട്ടണുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിച്ചു കയറി വാ അണ്ണാ. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി, ലുട്ടാപ്പിയുടെ അമ്മാവൻ പുട്ടാലും അല്ലേ? എത്ര കാലമാണോ കണ്ടിട്ട്? ഇതൊന്നുമല്ല, ഒന്നുകൂടെ കാണിച്ച്. മാവ്, പിന്നത്തെ മതില് ചാടി മതില്. മതിലല്ലാതെ പിന്നെന്ത് ചാടാണ്? വേലി, മാവ്, വേലി, മാവേലി. ഓ ബ്രില്യന്റ്. ഏയ്, ഇതെന്ത് മാവേലി? ഇതൊരുമാതിരി വിശാഖപട്ടണത്ത് എന്റെ തെങ്ങിൻ തോപ്പി വെക്കാൻ കൊള്ളാം. വിശാഖപട്ടണം, തെങ്ങും തോപ്പ്, എടാ നീ ആദിയല്ലേടാ? അപ്പോ ഇവൻ ആദിയാണെങ്കിൽ നീ ആരാ? നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? ഞാൻ ശാന്തി, നിന്റെ അമൽ ഡേവിസിന്റെ കുണുവാവ. അതിന് കുണുവല്ല ശാന്തി, നീ IIT റൂർക്കിയിലല്ലേ? നീ എങ്ങനെയാ ഇവിടെ? നിന്റെ കുത്തിത്തിരിപ്പ് കാരണം ഞങ്ങള് ബ്രേക്കപ്പ് ആയി. ഞാനും ആദ്യം കൂടെ നിന്നെ തപ്പി ഇറങ്ങിയതാ, എല്ലാത്തിനും ചേർത്ത് നിന്നെ ശരിക്കും ഒന്ന് പെരുമാറാൻ. എന്റെ അമ്മോ, ലോകത്തുള്ള എല്ലാ സൈക്കോസും ഇവിടെയാണല്ലോ വന്നിരിക്കുന്നത്. എന്തായാലും ആരും പേടിക്കണ്ട, എല്ലാരും ഓടിക്കോ. മാവേലി,